അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 2 ടൈപ്പ് തുണികളാണ്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ളതും ഒന്ന് പ്രിൻ്റ് ആയിട്ടുള്ളതും. ഈ പ്ലെയിൻ തുണി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലേറ്റിൻ്റെ അളവിൽ റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള 5 പീസ് തുണികളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു തുണി കട്ട് ചെയ്ത് അതേ രീതിക്ക് തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള തുണിയും നമ്മൾ മടക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ആ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് തുണിയിൽ നിന്നും റൗണ്ട് ഷേപ്പിലുള്ള 5 പീസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 തുണിയിൽ നിന്നും ഓരോരോ പീസ് വെച്ചിട്ട് എടുക്കുക. അതിൻ്റെ നല്ല വശം ബാക്കിലേക്ക് എന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഈ ഒരു അളവിൽ തന്നെ പേപ്പർ ക്യാൻവാസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ തുണിയുടെ ബാക്ക് സൈഡിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മോൾ ഭാഗത്തൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് കനം കുറവായിട്ടുള്ള തുണിയാണെങ്കിൽ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ 2 പീസ് തുണിയുടെയും നല്ല വശം ഉള്ളിലേക്ക് എന്ന രീതിയിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു സൈഡിലായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം തുറന്ന വശമായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തുറന്ന വശത ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകളൊന്ന് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ തുറന്ന വശത്തൂടെ ആയിട്ട് ഈ ഒരു തുണിയുടെ നല്ല വശം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ തുണിയുടെ റൗണ്ട് ഷേപ്പ് ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം. ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ തുറന്ന വശത്തുള്ള 2 തുണിയുടെ അരികു ഭാഗങ്ങളും ഉള്ളിലേക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ അരികിലൂടെ ആയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഒരു സൈഡ് പ്രിൻ്റ് ആയിട്ടുള്ളതും ഒരു സൈഡ് പ്ലെയിനും ആയിട്ടാണ് ഉള്ളത്. ഇനി ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കണം. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. മൊത്തം 5 പീസാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. റെഡിയാക്കി വെച്ചേന്ന് 2 പീസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കാം. 2ആയിട്ട് മടക്കിയിട്ട് ഒരു സൈഡിൽ നമുക്ക് സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ലൈൻ വരച്ചതിന് ശേഷം ആ ഒരു ഭാഗം മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചേന്ന് അടുത്തൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ താഴേക്കായിട്ട് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ആ റൗണ്ടിന് പാകമായിട്ട്. അതിനുശേഷം നേരത്തെ മാർക്ക് ചെയ്ത രീതിക്ക് തന്നെ നമുക്ക് ഇതിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ നീളത്തിലൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ആ റൗണ്ടിന് താഴേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഉൾഭാഗം ചേർന്ന് വരുന്ന രീതിക്ക്. അതിനുശേഷം ഇതിലും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 5 പീസ് തുണിയും ആ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഉൾഭാഗത്താവ പെറ്റൽ പോലെ നിൽക്കുന്നതിൻ്റെ 2 അരികു ഭാഗത്തൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഓരോന്നിൻ്റെയും. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് റൗണ്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ആയിട്ടുള്ള തുണി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പ്ലെയിൻ തുണിയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് ടേബിൾ മാറ്റാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ മാറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.